പക്ഷേ വിജയനെ പോലെ അടുത്ത് പരിചയമുള്ള ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഈ പൈസ അങ്ങ് വിജയന് കൊടുത്തേക്കും. മോഹനട്ടാ, ഇത് എന്ത് പറ്റി? ഒരാൾക്കിങ്ങനെ സഹായം ചെയ്യുന്ന ശീലമൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും സഹായം ചെയ്യാൻ പറ്റില്ലല്ലോ ഭാമേ. പക്ഷേ നമ്മുടെ സഹായത്തിന് അർഹതയുള്ളവരാണെന്ന് തോന്നിയാൽ മോഹനേഷ് സാർ ഉറപ്പായും സഹായിക്കും. എന്തായാലും ഇതെനിക്കൊരു ഭയങ്കര അത്ഭുതമാണ്. മോഹനേട്ടന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കെന്താ പറ്റിയെന്ന് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ നീ അല്ലേ പറഞ്ഞത് ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന്? അങ്ങനെ വന്നു കയറുന്ന എല്ലാവരെയും സഹായിക്കാൻ ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, വഴിയിൽ കിടന്നു കിട്ടിയ പൈസയും എന്റെ കയ്യിലില്ല. മാന്യമായി ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുന്ന എല്ലാ ആളുകളും മോഷ്ടിച്ച കാശുകൊണ്ടോ കൈക്കൂലി വാങ്ങിയ കാശുകൊണ്ടോ അല്ല അത് ചെയ്യുന്നത്. വേറൊരാളെ സഹായിക്കണമെങ്കിൽ കാശുണ്ടായാൽ മാത്രം പോരാ മോഹനട്ടാ, സഹായിക്കാനുള്ള മനസ്സും കൂടി വേണം. അതാണ് മോഹനട്ടില്ലാതെ പോയത്. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വെറുതെ കളയാനുള്ള മനസ്സ് എനിക്കില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്. ടൗണിൽ ബിസിനസ് നടത്തുന്ന യോഹനാൻ സാറിന്റെ മോഹനട്ടൻ അറിയാലോ. ഓരോ ആളുകൾക്ക് എത്ര രൂപയാണ് സാർ സഹായമായിട്ട് കൊടുക്കുന്നത് അറിയാമോ? സർക്കാർ തരുന്ന ശമ്പളം മാത്രമാണല്ലോ എന്റെ വരുമാനം. ആ പൈസ എടുത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ കിടത്താൻ ഞാൻ തെണ്ടിപ്പോവില്ലേ? അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്. ആ സംഭവം വിട്ടുകളഞ്ഞേര്. പറഞ്ഞത് സാറിന്റെ ഭാര്യയല്ലേ, അല്ല നാട്ടുകാരും അല്ലല്ലോ. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് നാണം കെട്ടാലും പുറത്താരും അറിയാൻ പോകുന്നില്ലല്ലോ സാറേ. ആര് പറഞ്ഞു? സഹായം ചോദിച്ചു വന്ന ആ മനുഷ്യനോട് അവള് പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന്. നമുക്ക് ഉറപ്പിച്ചാലാ? ഉറപ്പിച്ചു. നാളെ രാവിലെ ഒരു 8 മണി കഴിയുമ്പോൾ ഞാൻ ആദ്യത്തെ ആളെ പറഞ്ഞു വിടും. ബാക്കി നാടകീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സാറാണ്. അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യത്തെ ആളെ പറഞ്ഞു വിട്ടിട്ട് ഉത്തമ എന്നെ ഒന്ന് വിളിച്ചേക്കണം. അതൊക്കെ ഞാൻ വിളിക്കാം. മണി 8:30 ഉത്തമൻ എത്രയും പെട്ടെന്ന് ആളെ പറഞ്ഞു വിട്ടെങ്കിൽ എല്ലാം തീർത്ത് എനിക്ക് ആഫീസിൽ പോവായിരുന്നു. ശിശുപാലിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ലംബോദരൻ ചേട്ടന് ക്യാൻസർ വന്ന് ആശുപത്രിയില്ല. ചികിത്സയ്ക്ക് ഒരുപാട് പൈസ വേണമെന്നാണ് പറയുന്നത്. ഞാനും ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റി? ഇതൊന്നും പതിവില്ലാത്താണല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഓരോ ദിവസവും ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പറയാറില്ലെന്ന് മാത്രം. എന്താ? നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഭക്ഷണത്തിന് വകയില്ലാത്ത രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. ഞാൻ അതിന്റെ ഭാരവാഹിയാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് സംഘടന നടന്നു പോകുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാനായി എന്തെങ്കിലും ഒരു സംഭാവന. അയ്യോ, അതെല്ലാം മോഹനോട് ചോദിക്കണം. സമ്മതിക്കണം. സാറിന്റെ വകയായി എന്തെങ്കിലും ഒരു സംഭാവന. തീർച്ചയായും. ഇത്രയും നല്ലൊരു കാര്യത്തിന് പണം തന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പണം തരിക? 1000 രൂപയുണ്ട്. ഇത് മതിയാകുമോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല കാര്യങ്ങൾക്കാണെന്ന് ഉറപ്പാണെങ്കിൽ മോഹനേഷ് സാർ എത്ര രൂപ വേണമെങ്കിലും മുടക്കും. വീടെന്നൊന്നും പറയാനില്ല സാറേ, ഒരു ഓലപ്പുരയാ. ഈ കാലുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്താലല്ലേ വീടുണ്ടാക്കാൻ പറ്റൂ. 500 രൂപയുണ്ട്. വീട്ടിൽ അയാളല്ലാതെ 5 പേർ കൂടിയുണ്ട്. 3 നേരം വല്ലതും കഴിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകുന്നറിയാമോ? ഇത് വെച്ചോളൂ. ഇനിയും വല്ലപ്പോഴും അത്യാവശ്യം വരുമ്പോ എന്നെ വന്ന് കണ്ടോളൂ. ഇവിടെ തന്നെ വരണമെന്നില്ല, വില്ലേജ് ഓഫീസർ വന്നാലും മതി. ഞാനാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. സാറിനെ ഈശ്വരൻ അനുഗ്രഹിക്കും. പറട്ടെ സാർ. പാപം. എന്താണ് മോഹനയുടെ ഉദ്ദേശം? എന്ത്? ഒരാളെ സഹായം ചോദിച്ചു വരുമ്പോ 500 രൂപ എടുത്ത് കൊടുക്കാന്ന് വെച്ചാ? എന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് അയാൾക്കൊരു പ്രയോജനം ഉണ്ടാവണ്ടേ? മറ്റാരെങ്കിലും സഹായത്തിന് വിളിക്കുന്നതാവും.